ബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ 12 പേർ കൂടി അറസ്റ്റിൽ. സംഘർഷത്തെ തുടർന്ന് മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. അക്രമത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. കൂടാതെ കാൽക്കട്ട ഹൈക്കോടതി കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. അതിനെ തുടർന്ന് BSF സൈന്യമൊക്കെ അവിടെ വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. കൂടുതൽ കേന്ദ്രസേനയുടെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിലവിലെ വിലയിരുത്തൽ. ഏത് തരത്തിലേക്കാണ് സംഘർഷാവസ്ഥ? അഞ്ച നിലവിൽ ഇപ്പോൾ സംഘർഷം ഒന്നും തന്നെ ഈ പ്രദേശത്തില്ല എന്നാണ് കേന്ദ്രസേനയുമായും ഒപ്പം തന്നെ ബംഗാൾ പോലീസുമായി ബന്ധപ്പെട്ട ഉന്നത അധികാരികൾ വ്യക്തമാക്കുന്നത്. നിലവിലിപ്പോൾ സംഘർഷം നിയന്ത്രണ വിധേയമായി തന്നെയാണ്. അതേസമയം ഏത് സമയത്തും പ്രശ്നമുണ്ടാകാവുന്ന ഒരു സാഹചര്യം മുർഷിദാബാദ്, മാൾഡ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സേനയുടെ വിന്യാസം ആവശ്യമെങ്കിൽ ഇനിയും ഉണ്ടാകും എന്നും BSF അറിയിക്കുന്നു. നിലവിലിപ്പോൾ 5 യൂണിറ്റ് BSFിനെയാണ് ഈ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത്. അത് കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ അർദ്ധസൈനിക വിഭാഗത്തെ ഈ മേഖലയിൽ വിന്യസിച്ചത്. BJP നേതാവ്, പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയാണ് വിഷയത്തിൽ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടുകയും തുടർന്ന് പിന്നീട് അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കാൻ ഉത്തരവിടുകയും ചെയ്തത്. ഈ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് 12 പേരുടെ അറസ്റ്റ് കൂടി പുതിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതോടെ 150-ലേറെ പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ സംഘർഷങ്ങളിൽ മരണം 3 പേരാണ് സംഘർഷത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. ഒരു പിതാവും പുത്രനും ഉൾപ്പെടെ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഘർഷം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത സംഘർഷമാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ ഉണ്ടായത് എന്നും അതിന് ഉത്തരവാദി തൃണമൂൽ കോൺഗ്രസും ഒപ്പം തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമാണ് എന്നുമുള്ള പ്രതികരണമാണ് BJP നേതാക്കൾ നടത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരാകട്ടെ ഈ വിഷയത്തിൽ അനാവശ്യമായ പ്രകോപനം സൃഷ്ടിക്കുകയാണ് BJP ചെയ്തത് എന്ന പ്രതികരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. പ്രദേശത്ത് ഇപ്പോഴും അതീവ ജാഗ്രത തുടരുകയാണ്. അനുജ, ശരി, മുർഷിദാബാദിൽ നിലവിൽ സംഘർഷത്തിന്റെ ഒരു സാഹചര്യമില്ല. കൂടുതൽ പേർ അറസ്റ്റിലാകുന്നു. കേന്ദ്രസേനയെ കൂടുതൽ വിന്യസിക്കാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ കേന്ദ്രവും കടക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.